السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. يا رب صل وسلم تسليما على النبي وآله تعميما. يا رب صل وسلم تسليما على النبي وآله تعميما. يا رب صل وسلم تسليما على النبي وآله تعميما. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوت النبي إلا أن يؤذن لكم إلى طعام غير ناظرين إناه ولكن إذا دعيتم فادخلوا فإذا طعمتم فانتشروا ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബുൽ ആളമായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെരുമാറേണ്ട രീതി പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സംഗതിയാണിത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയതമകളിൽപ്പെട്ട ഒരു ഭാര്യയെ വിവാഹം ചെയ്തു. ആ ഭാര്യയുടെ വലീമത്ത് സൽക്കാരത്തിലേക്ക് മുഅ്മിനീങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി സയ്യിദുനാ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അത് പ്രകാരം മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു മഹാന്മാരായ സഹാബത്തിനെ ക്ഷണിച്ചു വരുത്തി. അവർ വീട്ടിൽ വന്നു, ഭക്ഷണം കഴിച്ചു, അല്പസമയം കൂടി അവിടെ സംസാരിച്ചിരുന്നു. അത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വാഭാവികമായും പ്രയാസമായി. അവർ വീട്ടിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് പോകാൻ അവരോട് പറയാൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം തോന്നി. അപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരെ ഓതി കേൾപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂത്തൻ നബിയ്യി ഇല്ലാ അൻ യുഅ്ദന ലക്കും. അനുവാദം ലഭിക്കാതെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഇലാ ത്വആമിൻ ഗൈറ നാദിരീന ഇലാ, ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ആ ഭക്ഷണത്തിന് നിങ്ങൾ വരണം.